കൊന്നിച്ചോ മിനസാൻ നാനോ മിഷിന്റെ എപ്പിസോഡ് 13 മലയാളം മാൻഹോ എക്സ്പ്ലനേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, എനിക്കറിയാം നിങ്ങളെല്ലാവരും ഈ ഒരു ചാപ്റ്ററിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണെന്നാണ്. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, ഈ ചാപ്റ്റർ വേർത്തായിരിക്കും. ഒരു കിടിലം കാര്യം നടപ്പുണ്ട്. അതെന്തായാലും ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങളെല്ലാവരും ചിലപ്പോൾ 20 മിനിറ്റുള്ള എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുമായിരിക്കും ഗൈസ്. അത് എപ്പോഴും പോസിബിൾ അല്ല, എല്ലാ ദിവസവും അത് പോസിബിൾ അല്ല. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ലോങ് വീഡിയോസൊക്കെ ഞാൻ ഉറപ്പായിട്ടും റിലീസാക്കുന്നതായിരിക്കും. അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ 2 ചാപ്റ്റേഴ്സ് വെച്ച് എവറി ഡേ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ദി ബിഗിനിങ് ഓഫ് ദി എൻഡിൻ്റെ സീസൺ 6 ഒഫീഷ്യലി റിലീസായിട്ടുണ്ട്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലിങ്ക് വേണ്ടവർ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്കൗട്ട് ചെയ്താൽ മാത്രം മതി. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കിടപ്പുണ്ട്. സോ ഇനി എന്തായാലും അധികമൊന്നും പറഞ്ഞ് ഞാൻ ആരെയും ബോറടിപ്പിക്കുന്നില്ല. ലൈക്ക് ചെയ്യാത്ത കൂട്ടര് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടര് സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാത്തവർ എല്ലാവരും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. നമുക്ക് നേരെ എന്തായാലും ചാപ്റ്ററിലേക്ക് കടക്കാം. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് ഹിയോ ബോങ് പറയുന്നുണ്ട്, ഇല്ല, ഇതൊരിക്കലും സമ്മതിക്കത്തില്ല, ഇത് ശരിക്കും അൺഫെയർ ആയുള്ള ഡീലാണ്. ശരിയാണ്, നീ ഒരു മൈൻഡ് പ്രസിഡന്റ് കാൻഡിഡേറ്റ് ആയിരിക്കും, പക്ഷേ നീ കുറെ അധികം കാര്യങ്ങളാണ് ഡിമാൻഡ് ചെയ്യുന്നത്. ആ ടൈമിൽ അവൻ പറയും ചെയ്യും, ഞാൻ നിന്നോട് മര്യാദക്കൊരു തവണ പറഞ്ഞ് മുന്നിൽ നിന്ന് മാറാൻ, നിന്നെ എനിക്കൊന്നും വേണ്ട പറഞ്ഞിട്ട് പെട്ടെന്ന് അവർ അറ്റാക്കാനായിട്ട് കുറച്ച് പേര് അവിടേക്ക് ചാടി വന്നു. ഹിയോബാങ്ങാട്ടെ ഒന്ന് ഞെട്ടി. പക്ഷേ അപ്പോഴാണ് ആ ഒരു കൈ അവിടേക്ക് ഉയർന്നത്. അടുത്ത സെക്കൻഡ് തന്നെ അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ചാടിയ എല്ലാവരും എയറിൽ സ്റ്റോപ്പായി. അവർക്കൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന്. അല്ല, എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ലല്ലോ. ഇവൻ ഹിയോബോങ്ങും മിയും എല്ലാം എന്താണ് സംഭവിക്കാതെന്ന് അറിയാമല്ല അങ്ങനെ നിൽക്കുവാണ്. അടുത്ത സെക്കൻഡ് തന്നെ അവരെ വലിച്ചടുപ്പിക്കുന്നുണ്ട്. നേരെ അവർ വന്ന് വീഴുന്നത് ആ ഒരു ഐസൊലേഷൻ ട്രെയിനിങ്ങിന്റെ ആ ഒരു റൂമിന്റെ വാതിക്കലേക്കാണ്. വിട്ടികളെ, നീയൊക്കെ എന്ത് ചെയ്യുവാണ്? ആ സമയത്താണ് പുറത്തേക്ക് ഒരാൾ ഇറങ്ങി വന്നത്. ആ ഒരു കാഴ്ച ഉണ്ട് അവർ അമ്പരന്ന് നിന്ന്. പെട്ടെന്നാണ് ഗിയോന് അതാരാണെന്ന് മനസ്സിലായത്. പിന്നെ കാണിക്കുന്നത് ഇയോൺ ചിയോനെയാണ്. അവൻ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. കുറച്ചു നേരം അവിടെ ഒരു സൈലൻസ് ആയിരുന്നു. കാര്യം ആരും തന്നെ അനങ്ങുന്നില്ല. അത് റിയലി സർപ്രൈസ് ആയി പോയി. അല്ല, ഇതെങ്ങനെ സാധ്യമായി? എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അവനിപ്പോ അവന്റെ ഇന്ത്യയിൽ വോയിസ് ഉണ്ടല്ലേ നമ്മൾ അനക്കിയത്. അത് വാൾ പിയേഴ്സിംഗ് ടെലിക്കിനീസിസ് അല്ലേ? ഇല്ല, ഇതെങ്ങനെ സാധ്യമായി? അവൻ ട്രാൻസ്ജെൻഡർ മാസ്റ്റർ ലെവൽ സർപ്പാസ് ചെയ്തിരിക്കുന്നു. അവൻ ജെനസിസ് മാസ്റ്റർ ആയിരിക്കുന്നു. അങ്ങനെ വരാൻ ഒരു ചാൻസും ഇല്ല. ഞാൻ തന്നെ ട്രാൻസ്ജെൻഡർ മാസ്റ്റർ ആയത് 2 വർഷത്തോളം കഷ്ടപ്പെട്ടിട്ടാണ്. അപ്പോൾ എന്തായാലും ഈ പൊട്ടാൻ ഒറ്റയടിക്ക് അത് നേരിടാൻ ചാൻസ് ഇല്ല. അല്ല, ഇനി അവൻ റിയൽ ആയിട്ടുള്ള ജെനസിസ് മാസ്റ്റർ ആണെങ്കിലും ഞാൻ അത്ര പെട്ടെന്ന് തോറ്റു കൊടുക്കാൻ തയ്യാറില്ല. നീയൊക്കെ എന്ത് നോക്കി നിൽക്കുവാണ്? പെട്ടെന്ന് അവൻ അറ്റാക്ക് ചെയ്യേണ്ടി നോക്ക്. ഈ സ്മൈലോന്ന് പറഞ്ഞിട്ട് അവർ അറ്റാക്ക് ചെയ്യേണ്ടി പോകാൻ നേരത്താണ് ഗിയോ ഹിയോബോങ് പറയുന്നത്. അതിന് ഞങ്ങൾ നിന്നെയൊക്കെ വിട്ടിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അവർ നേരെ അവരുടെ അടുത്തേക്ക് അറ്റാക്ക് ചെയ്തിട്ട് വന്നു. നായെ, നിനക്ക് ഇത്ര ധൈര്യമോ? നിന്നെ പോലെ കോമണറായുള്ള ലോലി സെറ്റ് ഞങ്ങളുടെ എതിരെ പോലും വരാൻ പാടില്ല. ഞങ്ങളോടിന് ഞങ്ങൾ ഒരിക്കലും ഒരു ബർഡൻ ആക്കാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് ഈ മിനിറ്റ്സിനെങ്കിലും ഞങ്ങൾ ഡിഫീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഹിയോബോങ്ങും അവിടെ ആ ഫൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഇതേ സമയത്ത് ഗിയോ ആയിട്ട് ബാക്കിയുള്ള അറ്റാക്ക് ചെയ്തിട്ട് പോകുന്നുണ്ടെങ്കിലും പെട്ടെന്നായിരുന്നു ഗിയോ ചെയ്തിട്ട് അവനെ അറ്റാക്ക് ചെയ്തിട്ട് വന്നത്. അങ്ങനെ അവർ തമ്മിലുള്ള ആ ഒരു ഫൈറ്റും അവിടെ സ്റ്റാർട്ട് ചെയ്തു. ഇതൊട്ടും തന്നെ നിസ്സാരമല്ല. ഞാൻ എന്റെ ഗാർഡ് ലിറ്റോൺ ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായാലും പ്രശ്നമാകും. ആ സമയത്ത് ബാക്കിയുള്ളവരാട്ടെ ഇയോൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവിടേക്ക് പോയിരുന്നു. എന്നാൽ ഇയോനട്ടെ അവരെ കൈയൊന്ന് മുകളിലേക്ക് ഉയർത്തിയ അടുത്ത നിമിഷം തന്നെ അവൻ അറ്റാക്ക് ചെയ്യാവുന്ന എല്ലാവരും മുകളിലേക്ക് ഉയർന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ 3 പേരുടെ ശരീരത്തിൽ ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത നിമിഷം തന്നെ അവരെല്ലാവരും തീർച്ചുപോയി അവൻ അറ്റാക്ക് ചെയ്യാൻ വന്ന ബാക്കിയുള്ളവരുടെ മേത്ത് വീണ് ദൂരത്ത് പോയി വീണ് ഒരു വലിയൊരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാകുന്നുണ്ട്. അവർക്കാർക്കും ശരീരം പോലും അനക്കാൻ വയ്യാതെ അവിടെ താഴെ വീണുപോയി. കണ്ടു നിന്നവർക്കാർക്കും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. കോപ്പ് നമ്മളോട് ജയിക്കുമെന്ന് തോന്നില്ല. ആ പറഞ്ഞത് സോർട്സിന്റെ പിയോ ഗിയോങ് എന്ന് പറഞ്ഞ മറ്റൊരുത്തനായിരുന്നു. ഈ മത്സരത്തിൽ ഓൾറെഡി ഞങ്ങൾ തോറ്റു കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്ക് ഒരിക്കലും ഈ മോൺസ്റ്ററിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. ഞങ്ങളോട് ഇയോൺ ചെയ്യാൻ മതി. ഞങ്ങൾ ഞങ്ങളുടെ തോൽവി അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. ആ ടൈമിൽ അവനൊന്നും മിണ്ടാതെ അവന്റെ നേരെ തിരിഞ്ഞു നോക്കി. ഞങ്ങൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. പക്ഷേ താങ്കൾ ഇനി അറ്റാക്ക് ചെയ്യാനാണ് പുറപ്പാടെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് താങ്കൾ അറ്റാക്ക് ചെയ്യും. അപ്പം പിന്നെ താങ്കളുടെ ലൈഫ് ഞങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുന്നതിന് മുമ്പ് ഇവൻ അവൻ്റെ തൊട്ട് ഫ്രണ്ടിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഒരൊന്നാം തരം പഞ്ചങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. അവനട്ടെ തിരിച്ചു പോകുകയും ചെയ്യും. അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും കോൺഫിഡൻസ് അവിടെ ഇല്ലാണ്ടായി. ഈ സമയത്ത് ഇവൻ തിരിഞ്ഞു നോക്കിയിട്ട് ഒന്ന് പറയുകയും ചെയ്യും, അടുത്തത് നീയൊക്കെയാണ്. ഇതേ സമയം ഗിയോൺ ഷിയോണും നമ്മുടെ ഗിയോ ആയിട്ടുള്ള ആ ഒരു ഫൈറ്റ് അവിടെ നന്നായിട്ട് തന്നെ നടക്കുന്നുണ്ടായിരുന്നു. ഈ പ്ലാം ടെക്നിക്ക് ഇത്രയധികം പവർഫുൾ ആയിരുന്നു. ഇവൻ ഇതെല്ലാം ബ്ലോക്ക് ചെയ്യുന്നുണ്ടല്ലോ. അതേസമയം അവനായിട്ട് നന്നായിട്ട് പ്രഷർ കൊടുക്കുന്നുണ്ട്. പെട്ടെന്നായിരുന്നു ഗിയോന്റെ കയ്യിലുണ്ടാ ആ ഒരു പ്ലാം എനർജി കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ആയി പോയത്. കൊപ്പ് ഇനി എനർജി ഫെയ്ഡ് ആകുമെന്ന് പറഞ്ഞപ്പോ നമ്മുടെ ആ ഒരു ഗിയോൺ ഷിയോൻ പറയും ചെയ്യും, നിന്റെ സമയം എത്തിയിരിക്കുന്നു. കോപ്പ് പെട്ടല്ലോ. പക്ഷെ കുറച്ചു നേരമായി അവൾ കണ്ണടച്ചിട്ട് എന്നിട്ടും അവിടെ ഒന്നും പ്രത്യേകിച്ച് ഉണ്ടായില്ല. അതെന്നാന്നറിയാൻ വേണ്ടി അവൾ പതുക്കെ തന്റെ കണ്ണൊന്ന് തുറന്നു നോക്കും.
അപ്പോഴാണ് ആ ഒരു കാഴ്ച കണ്ടത്. ലിയോണട്ടെ അവന്റെ ഒരു സോഡ് കൈകൊണ്ട് പിടിച്ചു നിർത്തിയിരിക്കുന്നു. അല്ല, ഇത് ഇതെങ്ങനെ സാധ്യമേ? അപ്പൊ നീ ശരിക്കും ജെനസിസ് മാസ്റ്ററിന്റെ ലെവലിലേക്ക് എത്തിയോ? അടുത്ത നിമിഷം അവൻ ഞെട്ടിത്തെറിച്ചുപോയി. കാര്യം ഇയോണട്ടെ അവന്റെ പുറകിലെത്തിയിരുന്നു മാത്രമല്ല, അവന്റെ വലത്തെ കൈ ആകാശത്ത് നിപ്പുണ്ടായിരുന്നു. ചുരുക്കം പറഞ്ഞ ഗിയോൺ ചിയോന്റെ കൈ ഇയോൺ മുറിച്ചു കളഞ്ഞിരിക്കുന്നു. കുറച്ചു നേരം എടുത്ത് അവന് തന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രോസസ് ചെയ്യാനായിട്ട്. രക്തം ചീറ്റിക്കൊണ്ട് അവനട്ടെ അലറുന്നുണ്ട്. അവന് വേദന ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. എന്റെ കൈ എന്ന് പറയുന്നിടത്ത് ഇവൻ പതുക്കെ നടന്ന് അവന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അവന്റെ നെഞ്ചത്ത് നോക്കി ചവിട്ടിയിട്ട് അവനെ നിലത്തേക്ക് താഴ്ത്തുന്നുണ്ട്. പ്ലീസ് പ്ലീസ് എന്നെ വെറുതെ വിടണം. നീ കെഞ്ചേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. പെട്ടെന്നാണ് അവിടേക്ക് നമ്മുടെ വാങ്ങും ബാക്കിയുള്ളവരൊക്കെ വരുന്നത്. അല്ലയോ നീ ഓക്കെ അല്ലേ? ആ സമയത്താണ് വാങ് ശരിക്കും ഞെട്ടിത്തെറിച്ചു പോയത്. അല്ല, നീ അവിടെ എന്ത് ചെയ്യുവാണ്? ഈ സമയത്ത് ഹിയോബാങ്ങാട്ടെ കുറെ പേരൊക്കെ എടുത്ത് കൂട്ടുന്നുണ്ടായിരുന്നു. അല്ല, അത് ഗ്യൂ ആണല്ലോ. ഗ്യൂ ആരട്ടാണ് ഈ സംസാരിക്കുന്നത്? അപ്പോഴാണ് ചെറുതായിട്ടൊന്ന് കാറ്റടിച്ച് അവന്റെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു മുടിയൊക്കെ പറയത്. അല്ല, അതെങ്ങനെ അടുത്ത സെക്കൻഡിൽ തന്നെ നാളെ വാങ്ങാട്ടെ മുട്ടൂത്തി നിലത്തേക്ക് ഇരുന്നു. എന്നിട്ട് പറയും ചെയ്യേ, മൈലോഡ് വെൽക്കം ബാക്ക്, ഞാൻ താങ്കളുടെ ഫസ്റ്റ് സോഡായുള്ള വാങ് ചുൽ കോയാണ്. ബാക്കി എല്ലാവരും അവിടെ അത്ഭുതപ്പെട്ട് നിൽക്കുവാണ്. പെട്ടെന്നാണ് ഗിയുവിനും ആ ഒരു ബോധോദയം ഉണ്ടായത്. മൈലോഡ് വെൽക്കം ബാക്ക്, ഞാൻ താങ്കളുടെ സെക്കൻഡ് സോൾ ഗിയു മിന്നാണ്. അതേസമയം തന്നെ ഉമിൻജ പറയുന്നുണ്ട്, അല്ല ബേക്ക് എന്ത് പറ്റി? ഇതെനിക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? ഞാൻ ഒരു ട്രാൻസ്ജെൻഡർ മാസ്റ്ററാണ്. പക്ഷേ എങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ എനർജി എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് അക്കാഡമി ഡെപ്യൂട്ടിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന അതേ ഫെയ്ത്ത് തന്നെയാണ്. അടുത്ത സെക്കൻഡ് തന്നെ അവൻ നേരെ മുട്ടുകുത്തിയിരുന്നു. യങ്ലോഡ് വെൽക്കം ബാക്ക്, ഞാൻ താങ്കളുടെ തേർഡ് സോൾ ബേഗ് ജി. ആദ്യമായിട്ടാണ് ബേഗ് ജി ഇത്ര ഉറക്കത്തിലും ഇത്ര ഉറച്ചും അവനെ വെൽക്കം ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ബേഗ് ജിനെ ഇങ്ങനെ പ്രോപ്പർലി ഒന്ന് റെസ്പെക്ട് ചെയ്യുന്ന കാണുന്നത്. അവൻ എന്തായാലും അത്ഭുതപ്പെട്ട് പോയിട്ടുണ്ടായിരിക്കും. അടുത്ത നിമിഷം തന്നെ അവരെല്ലാവരും നിലത്തേക്കിരുന്നു. മൈലോഡ്, ഇത് ഞാനാണ് താങ്കളുടെ ഫോർത്ത് സോൾ ഷോങ് വാഹോ. മൈലോഡ്, ഇത് ഞാനാണ് താങ്കളുടെ ഫിഫ്ത്ത് സോൾ ഉമിൻജ. അങ്ങനെ അവരെല്ലാവരും തന്നെ അവനെ വെൽക്കം ചെയ്യുന്നുണ്ട്. ചിരിച്ചോണ്ടാട്ടെ ഇയോൺ പറയും ചെയ്യും, എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തില്ലേ? റിയലി താങ്ക്സ്. ഈ സമയത്ത് അവരെല്ലാവരും ആഘോഷിക്കുന്നുണ്ട്. കാര്യം അവരുടെ യങ്ങിലോട് ഇതാ തിരിച്ചു വന്നിരിക്കുന്നു. അപ്പോഴാണ് വാങ് ആ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ദൂരെ നോക്കാനടുത്ത് ഒരുത്തൻ കിടപ്പുണ്ട്. അത് സോർട്ട് സൈഡിലെ യങ് മാസ്റ്റർ അല്ലേ? ഗിയോൺ ചിയോൺ. മൈലോഡ്, അതിനർത്ഥം താങ്കൾ ജെനസിസ് മാസ്റ്റർ എത്തിയെന്നാണോ? ആ സമയത്ത് ഇവരുടെ ചിരിച്ചോണ്ട് അവിടെ നിൽക്കുകയും ചെയ്യും. പിന്നെ കാണിക്കുന്നത് അരമണിക്കൂർ കഴിഞ്ഞ് ഇൻഫോർമർ നിൽക്കുകയാണ് നമ്മുടെ ഫിസിഷ്യൻ ബേക്കിനെയാണ്. അപ്പോൾ അവൻ പുറത്തിറങ്ങിയല്ലേ. കാട്ടിയതേ പോലെയായിരുന്നു ഇയോന്റെ തിരിച്ചു വരവും. അതേപോലെ തന്നെ ഇയോൻ ഗിയോനെ ഡിഫീറ്റ് ചെയ്ത ആ ഒരു ന്യൂസ് പടർന്നത്. ഇതേ സമയം ഇയോനട്ടെ 6 മൈനർ പ്രീസ്റ്റ്ഹുഡിന്റെ കാൻഡിഡേറ്റ്സിൽ നിന്ന് 5 പേരെ ഓൾറെഡി ഔട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ആകെപ്പാട് ബാക്കി ഉണ്ടായിരുന്നത് ഒരേ ഒരാൾ മാത്രമാണ്. അത് ഷാഡോക്സിലെ മുയോൺ ചിയോണായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ ആൾക്കാരുടെ മേത്ത് നല്ല രീതിക്ക് പ്രഷർ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. എന്നാൽ മുയോനട്ടെ ഇതൊന്നും കാര്യമാക്കില്ല. അവന്റെ മാർഷൽ പവേഴ്സും ബാക്കിയുള്ള കാര്യങ്ങളും മാത്രമാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കാണിക്കുന്നത് അക്കാഡമി ഡെപ്യൂട്ടിയുടെ ആ ഒരു ഓഫീസാണ്. അല്ല, അപ്പൊ നീ പറഞ്ഞു വരുന്നത് അവനിപ്പോ ഒരു ജെനസിസ് മാസ്റ്റർ ആയെന്നാണോ? ആയെന്നല്ല, ഉറപ്പായിട്ടും ആയിട്ടുണ്ട്. ഞാനത് കണ്ടതാണ്, അതെനിക്ക് മനസ്സിലായി സാർ. ഐസൊലേഷൻ ട്രെയിനിങ് റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാനത് കണ്ടതാണ്. അവൻ വോൾ പേസിംഗ് അല്ല ടെലിക്കനീസിസ് യൂസ് ചെയ്യുന്നത്. അവൻ ഇത്ര നാൾ ഐസൊലേഷൻ ട്രെയിനിങ്ങിലായതുകൊണ്ട് ഞാൻ അൾട്ടിമേറ്റ് ട്രാൻസ്ജെൻഡർ മാസ്റ്റർ ലെവലിലേക്ക് എത്തുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അവൻ ജെനസിസ് മാസ്റ്റർ ലെവലിലേക്ക് എത്തിയോ? അക്കാഡമിയുടെ ഹിസ്റ്ററി തന്നെ 6th എക്സാമിനേഷന് മുമ്പ് ഇതുവരെ ഒരു സ്റ്റുഡന്റ് പോലും ജെനസിസ് മാസ്റ്ററിന്റെ ലെവലിലേക്ക് എത്തിയിട്ടില്ല. ഇതെന്തായാലും മേലുള്ള ടാലന്റ് കൊണ്ട് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. പെട്ടെന്നാണ് അവൻ ഞെട്ടിപ്പോയത്. അതേസമയം ആ ഒരു പ്രൊഫസർ ചോദിക്കുകയും ചെയ്യും, അല്ലേ സാർ എന്തെങ്കിലും പറ്റുമോ? അപ്പോൾ അത് ശരിക്കും സത്യമായിരുന്നല്ലേ? അല്ല സാർ. പെട്ടെന്നാണ് പുറത്ത് ഒരു നോ കേട്ടത്. സാർ ഞാൻ കയറിക്കോട്ടെ? അകത്തേക്കുക. അപ്പോഴാണ് പ്രൊഫസറിന് ആ ഒരു കാര്യം മനസ്സിലായത്. ഉള്ളത് പറഞ്ഞ ഇപ്പൊ ഇവൻ ഈ റിപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ അവൻ എന്തായാലും ഒരു എൽഡറായിട്ട് തെറ്റിദ്ധരിച്ചെന്ന കാര്യം. അക്കാഡമിയിൽ പെട്ടെന്നുണ്ടായ ആ ഒരു എനർജി അത് നിന്റേതായിരുന്നല്ലേ? ഉള്ളത് പറയാലോ, നീ ശരിക്കും മാറിപ്പോയിരിക്കുന്നു. എനിക്ക് നിന്നെ മനസ്സിലാകുന്ന പോലുമില്ല. സോ ക്യാപ്റ്റൻ ഇയോൺ ചിയോൺ എന്താണ് ഇവിടേക്ക് വന്നത്? പിന്നെ കാണിക്കുന്നത് മറ്റൊരു സ്ഥലമാണ്. അതായിരുന്നു സീൽഡ് ആയിട്ടുള്ള ഡിമോണിക് ചേംബർ. നമ്മുടെ പ്രൊഫസർ ഹോട്ടെ ചോദിക്കുകയും ചെയ്യും, അല്ല നീ ഓൾറെഡി നിന്റെ ഐസൊലേഷൻ ട്രെയിനിങ് കഴിഞ്ഞ് വന്നിട്ട് 4 മണിക്കൂർ പോലും ആയിട്ടില്ല. അതിനിടയ്ക്ക് ഇത് ചെയ്യണോ? നീ ശരിക്കും ധൃതിയിലാണെന്ന് തോന്നുന്നു ക്യാപ്റ്റൻ ചിയോൺ. ഞാൻ ഐസൊലേഷൻ ട്രെയിനിങ്ങിലായിരുന്നപ്പോൾ എൻ്റെ പല ഫോളോവേഴ്സും ഇത് പാസ്സായിരുന്നു. സോ നോർമലി ഞാനത് ചെയ്യണ്ടേ? ഇത് ശരിക്കും അമേസിംഗ് ആണ്. എനിക്ക് തന്നെ 3 വർഷത്തെ കഠിനമായ ട്രെയിനിങ് കൊണ്ടാണ് ഞാൻ അൾട്ടിമേറ്റ് ട്രാൻസ്ജെൻഡർ മാസ്റ്റർ ലെവലിലേക്ക് എത്തിയത്. എന്നാൽ ഇത് നോക്കണേ, അവൻ കംപ്ലീറ്റ്ലി എന്നെ തന്നെ സർപ്പാസ് ചെയ്തിരിക്കുന്നു. ബാ
ഇതാണ് വഴി എന്ന് പറഞ്ഞിട്ട് അതേമായിട്ട് ആ വഴി തുറന്ന് കൊടുക്കുകയും ചെയ്യും. അകത്തേക്ക് കയറിയപ്പോൾ തന്നെ അവൻ വരെ ഞെട്ടിത്തെറിച്ചു പോയി. ഇത് ഞാൻ വിചാരിച്ചതുപോലെയല്ല, പുറത്തുള്ളതിനെക്കാട്ടും കഠിനമായ തണുപ്പാണ് ഈ റൂമിന്റെ അകത്തുള്ളത്. സോ ഇത് ഞാൻ വിചാരിച്ചാലും വലിയൊരു കേവ് തന്നെയാണ്. 5ാമത്തെ എക്സാമിനേഷൻ പാസ്സാകാനായിട്ട് ഈ ഒരു ഡിമോണിക് ഉള്ള സീൽഡ് ചേംബർ നീ കടന്നാൽ മാത്രം മതി. ഇവിടെ പലതരത്തിലുള്ള ട്രാപ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഒരു എനർജി നിന്നെ ഗൈഡ് ചെയ്തോളൂ. നീ എന്തായാലും 2 മണിക്കൂറിനുള്ളിൽ എക്സിറ്റിൽ എത്തണം. അത് മാത്രമാണ് ഇവിടുത്തെ കാര്യം. അതേപോലെ 2 മണിക്കൂറിനുള്ളിൽ നീ പുറത്ത് കടന്നില്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും പറ്റിയെന്ന് ഞങ്ങൾ വിചാരിക്കത്തുള്ളൂ. ട്രാപ്സ് ഒക്കെ ഓഫായിട്ട് ഞങ്ങൾ അകത്തേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞതുപോലെ തന്നെയാണ്. അപ്പോൾ നിന്റെ 5th എക്സാമിനേഷൻ ഇവിടെ തുടങ്ങുവാണ് ക്യാപ്റ്റൻ. സോ ദി സീൽഡ് ഡിമോണിക് ചേംബർ ഇതാണ്. അപ്പോൾ ആ ഒരു ഡിമോണിക് സ്പെക്ടറിനെ സീൽ ചെയ്തിട്ടുള്ള പ്ലേസ് അല്ലേ. പിന്നെ കാണിക്കുന്നത് കോൾഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. അതിൻ്റെ അകത്ത് തന്നെ എന്തോ ഒരു എഴുതി വെച്ചിരിക്കുന്ന ഒരു സീൽഡ് ആയിട്ടുള്ള പ്ലേസും കാണാം. അതിൻ്റെ ഉള്ളിൽ വളരെ ഫിറോഷ്യസ് ആയിട്ടുള്ള ഒരു ഓറയും കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു മൃഗത്തിൻ്റെ അലർച്ചയും. അതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.